നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇതിലാണ് നല്ല മൈക്ക് കിട്ടും. ചെറിയ കുഞ്ഞു സ്പീക്കറിന് റിപ്ലൈ എടുത്തിട്ട് എനിക്ക് പാടാൻ കഴിയില്ല. ഇങ്ങനെ പാടിയിട്ട് കാര്യം തോന്നുന്നു. എനിക്ക് ഈ സാധനം എന്നിട്ട് കേൾക്കണില്ല. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞത് എനിക്ക് ഹെഡ്ഫോൺസ് വേണം. ഞാനൊരു പാട്ടുകാരൻ രാവിലെ മുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയേഴ്സ് വേണം, നമ്മൾ പറയുന്ന മൈക്ക് വേണം, നമ്മൾ പറയുന്ന മോട്ടേഴ്സ് വേണം. കറക്റ്റായിട്ട് ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന ഐറ്റംസ് വേണമെന്ന് കറക്റ്റ് ആൾ വരുന്നതായിട്ട് മുന്നേ ആൾ പറഞ്ഞിട്ടുണ്ട്. അത് ആളെ പ്രശ്നമില്ല, ആൾ കുറ്റമല്ല, അനാൻഷൻ്റെ കുറ്റമല്ല. സംഭവങ്ങൾ വിചാരിച്ച പോലെ ആ സംഭവങ്ങൾ വരാത്ത ആളെ കുറ്റമല്ല. ആൾ ഓപ്പണായിട്ട് സ്റ്റേജിൽ നിന്ന് മാനൊരു കാര്യം പറഞ്ഞു. അതാളുടെ ക്വാളിറ്റി. ഓക്കെ, ഞാനും നിങ്ങളെല്ലാവരും ആളെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് നെഗറ്റീവ് കമൻസുകൾ കണ്ടു. അനാൻഷ് പൈസ മേടിച്ച് മുങ്ങി, ആള് പരിപാടിക്ക് പൈസ മേടിച്ച് പാടിയില്ല. അപ്പോൾ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇപ്പം എന്നെ കുറിച്ചിട്ട് ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ അത് മുന്നും പിന്നൊന്നും കേൾക്കാൻ നിൽക്കില്ല. അതിൻ്റെ മുന്നേ എടുത്ത് ചാടിയിട്ട് പരിപാടി പൊളിഞ്ഞു, കമന്റ് ഇട്ടേക്കാം, അനാൻസ് ഓടി. അപ്പം എന്താണ് വിഷയം എന്ന് പറയാതെ കുറേ ചിലക്കുന്ന കുറേ പേരുണ്ട് ഇതിൽ. സത്യം പറയാലോ, സോഷ്യൽ മീഡിയയിൽ കുറേ ചിലക്കുന്ന കുറേ പേരുണ്ട്. ഇന്ന വിഷയം ഒന്നും അറിയില്ല. ഇത് കാണുന്നു പ്രതികരിക്കുന്നു. അനാൻസ് പാട്ട് പാടാണ്ട് ഓടി, പൈസ മേടിച്ചു, മറ്റേതാക്കി, തട്ടിപ്പ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. മിനിമം ഞാൻ പറയണേ, ഇനിയും ആളെ വിളിച്ച് സംഭവം സെറ്റ് ചെയ്യും. ആള് പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഒരു പാട്ടുകാർക്ക് പ്രത്യേകിച്ച് പാട്ടുകളുടെ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ കഴിവെന്ന് ഒരു ഭാഗ്യമാണത്. അപ്പൊ ആള് പറഞ്ഞ സംഭവങ്ങള് ഇനിയും ആൾക്കാരെ ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് ആളെ പാട്ട് പേഴ്സണലി ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇനിയും നമ്മളെല്ലാവരും ആളെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ.